അതെ, ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോകട്ടോ, നേരെ ഗോവ. ഞങ്ങൾ 4 ആൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, വിക്രമൻ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചുപോയി. അപ്പോൾ ഒരു 4 ദിവസം ഇനി ഗോവയിൽ നമുക്ക് നോക്കാം. നമ്മൾ നോർത്ത് ഗോവയിലാണ് പോകാൻ ഉദ്ദേശിച്ചേക്കണേ. കൂടാതെ നമ്മുടെ പിള്ളേർ ശാന്തനോട് ഇരിപ്പുണ്ട്, ലേസ് നിന്നുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഗോവ ചെന്നിട്ട് കാണാം. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഒരു 10:30 രാജധാനി എക്സ്പ്രസ്സിലാണ് കയറിയിരിക്കുന്നത്. ഇത് നാളെ രാവിലെ 10:30 അവിടെ എത്തും. അതാണ് നമ്മുടെ പ്ലാൻ. പിന്നെ നമ്മളവിടെ ഒരു കാറൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാർ എടുക്കാം, റിസോർട്ടിൽ പോവാം, പിന്നെ ഒരു 3-4 ദിവസം ഗോവ മൊത്തം ഒന്ന് കറങ്ങാം. അതൊക്കെയാണ് പരിപാടി. ഓക്കേ, രാവിലെ തന്നെ ഇവിടെ ന്യൂസ് പേപ്പർ കിട്ടിട്ടോ. ന്യൂസ് പേപ്പർ, ചായ, ബിസ്ക്കറ്റ്. രാവിലെ 6 ആയപ്പോഴേക്കും ഫുൾ സെറ്റാണ്. നമ്മളങ്ങനെ മഡ്ഗോൺ സ്റ്റേഷനിൽ എത്തിയിട്ടോ. 1 മണിക്കൂർ ട്രെയിൻ ലേറ്റ് ആയിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളിവിടെ ഒരു റെന്റ് കാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പുള്ളിനെ പോയിന്ന് കണ്ട് കാർ സെറ്റാക്കാം. എന്നിട്ട് നമുക്ക് നേരെ റിസോർട്ടിലോട്ട് പിടിക്കാം. അങ്ങനെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തു കേട്ടോ. ഒരു എന്തോ ബലീനോ ആണ് കിട്ടിയത്. ഇത് നമ്മൾ മുന്നേ ബുക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇത് പെർ ഡേ 1300 രൂപയാണ് റെന്റ്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാർ എടുത്ത് നേരെ നമ്മുടെ റിസോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് നോർത്ത് ഗോവയിലാണ്. ഏകദേശം ഒരു 50-60 കിലോമീറ്റർ ഉണ്ട്. 1 മണിക്കൂറാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പതുക്കെ റിസോർട്ടിൽ ചെല്ലാം, എന്നിട്ട് കാണാം. ഇതാണ് കേട്ടോ ഗൈസ് നമ്മുടെ റൂമിന്റെ ഉൾവശം. നമ്മളൊരു അഡീഷണൽ ബെഡ് നമ്മൾ അപ്പോഴേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബെഡ് വരും. ആസ് യൂഷ്വൽ TV, പിന്നെ ടീയുടെ അറേഞ്ച്മെന്റ്സ്, താഴെ ഒരു ഫ്രിഡ്ജ്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ മിറർ മിറർ മിറർ, പിന്നെ വിശാലമായ ഒരു ടോയ്ലറ്റും ഉണ്ട്. പിന്നെന്താണ് കബോർഡ്, പിന്നെ ഒരു ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ലോക്കർ. ഇതൊക്കെയാണ് എൻ്റെ റൂമിൽ നടക്കുന്ന അവസ്ഥ. കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഈ റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റ്. നമ്മുടെ ഈ റിസോർട്ടിൻ്റെ അവിടെ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബീച്ചായി. എന്താ, ബാഗ ബീച്ച്, കലങ്കോട്ട് ബീച്ച്. നമ്മുടെ റിസോർട്ട് ഈ 2 ബീച്ചിൻ്റെയും നടുക്കാണ്. അപ്പോൾ നമുക്ക് നേരെ ബീച്ചിലോട്ടൊന്ന് പോയി നോക്കാം. ഇപ്പോൾ ഏകദേശം സമയം ഒരു 5:30 ഞങ്ങൾ വന്ന് റൂമിൽ കുറച്ച് നേരമൊക്കെ റെസ്റ്റൊക്കെ ചെയ്ത് കിടന്നൊക്കെ ഉറങ്ങി എണീറ്റ് വന്നപ്പോൾ 5:30. ഇപ്പോൾ പോയി റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ചായയൊക്കെ കുടിച്ച് നേരെ നമുക്ക് ബീച്ചിലോട്ടൊന്ന് പോയി നോക്കാം. കമോൺ, നല്ല നല്ല ഫോട്ടോസ് ഇട്ടുവിട്ടോ മക്കളെ. ഓക്കെ, ബീച്ചിലേക്കുള്ള വഴി എടുക്കാം.
ഇതിന്റെ നടുക്കാണ് കേട്ടോ നമ്മുടെ റിസോർട്ടിന്റെ അവിടെ. ഇനി നേരെ റൈറ്റ് പോയി കഴിഞ്ഞാൽ ബാഗ ബീച്ചായി. അപ്പൊ നമുക്ക് അവിടെയാണ് അത്ര തിരക്ക്. അതുപോലെ ലെഫ്റ്റിലോട്ട് പോയാൽ കലങ്കോട്ട് ബീച്ച്. അപ്പൊ നമുക്ക് നേരെ റൈറ്റ് ഒന്ന് പോയിട്ട് അവിടുത്തെ അവസ്ഥ എന്താന്ന് നോക്കാം. പിന്നെ ബാഗ ബീച്ചിൽ പോയി കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നു കേട്ടോ റിസോർട്ടില്. ഇനി ഒന്ന് കുളിച്ചിട്ട് വേറെ എവിടെയെങ്കിലും നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ സ്ഥലം ഉണ്ടോ നോക്കട്ടെ. നമ്മൾ തിരിച്ചു റിസോർട്ടിലെത്തി. ഈവനിങ് നമ്മളെ അങ്ങനെ ഡ്രസ്സൊക്കെ മാറി നേരെ റിസോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ അവിടെ തൊട്ടടുത്തൊരു ടിറ്റോസ് ലെയിൻ എന്ന് പറഞ്ഞിട്ടൊരു വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്. അവിടെയാണ് അത്ര ഗോവയുടെ മോസ്റ്റ് ഫേമസ് നൈറ്റ് ക്ലബ്സൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അതിൽ കൂടെ ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടെ വണ്ടികളൊന്നുമില്ല, ഇങ്ങനെ നടന്ന് പോകാനേ പറ്റുള്ളൂ. അവിടെ ഇതുപോലെ കുറേ നൈറ്റ് ക്ലബ്ബുകളും കുറേ സംഭവങ്ങളൊക്കെ കണ്ടു. അതൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു. ഈ ലൈൻ നേരെ പോയി കണക്ട് ചെയ്യുന്നത് ബാഗ ബീച്ചിലോട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു സർക്കിൾ പോലെ നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ടിറ്റോ ലൈൻ വഴി വീണ്ടും നമ്മൾ ബാഗ ബീച്ചിലോട്ട് തന്നെ തിരിച്ചെത്തും. ആ പോണ വഴിക്ക് ഇതുപോലെ നമ്മൾ ഫിഷ് സ്പാ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ കണ്ട് നമ്മൾ രാത്രി അങ്ങോട്ട് ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. തിരിച്ച് വീണ്ടും ഞങ്ങൾ ബാഗ ബീച്ചിലെത്തി, കറങ്ങി തിരിഞ്ഞു. അപ്പൊ ഞങ്ങളൊന്ന് അവിടെ ഒന്ന് പോയി നോക്കട്ടെ, ഷാക്കിൽ എവിടെയും കാണാം. അവിടെ ബാഗ ബീച്ചിൽ ഒരുപാട് ഷാക്കുണ്ട്. നമ്മൾ അത്യാവശ്യം തിരക്ക് കുറഞ്ഞൊരു ഷാക്കിലാണ് കയറിയത്. പിന്നെ അവിടെ എല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ പതുക്കെ നമ്മൾ ബാഗ ബീച്ചിൽ കൂടെ തന്നെ തിരിച്ച് പതുക്കെ നടന്ന് നമ്മുടെ റിസോർട്ടിലോട്ട് എത്തി. നമ്മുടെ ഫസ്റ്റ് ഡേ കഴിച്ച് നമ്മൾ തിരിച്ചെത്തിട്ടോ ഗൈസ്. ഫുഡൊക്കെ കഴിച്ച് ബാഗ ബീച്ചിലെ ഷാക്കിലൊക്കെ പോയി തിരിച്ചുവിടെത്തി. നമ്മളിപ്പോൾ അതേ റിസോർട്ടിലെത്തി. നമുക്കിനി കിടന്നുറങ്ങി ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം. ഇനി നമുക്ക് നാളെ എന്താന്ന് നോക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടോ റിസോർട്ടിൽ നിന്ന്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ റൂം റെൻറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇന്ന് നമ്മൾ അവിടെ നിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് പഞ്ചിം, ഗോവയുടെ ക്യാപിറ്റലായ പഞ്ചിമിലോട്ട് പോകാനാണ്. അവിടെ കുറേ പഴയ ചർച്ചൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്, ഒരു പഞ്ചിം ചർച്ച്. അപ്പോൾ ഇന്ന് നമുക്ക് നേരെ രാവിലെ എണീറ്റ് അങ്ങോട്ട് പോകാം. എന്നിട്ട് അവിടെ എന്തൊക്കെയുള്ളതെന്ന് പോയി കണ്ടിട്ട് വരാം. ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ നേരെ നമ്മൾ ഇവിടെ ഒരു പഞ്ചിം ചർച്ച് ഉണ്ട്, ഒരു ഓൾഡ് ചർച്ച്, ഫേമസ് ആണ്, ഫിലിംസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ചർച്ചിൻ്റെ അവിടേക്ക് വന്നേക്കാണ്. അപ്പോൾ നമുക്ക് ചർച്ചിൻ്റെ ഫ്രണ്ടിലെത്തി. നേരെ കയറിയിട്ട് ഈ ഓൾഡ് പഞ്ചിം ചർച്ച് അങ്ങോട്ട് നോക്കാം. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ കുറേ ചർച്ചുകളുണ്ട്. നമുക്കൊന്ന് എല്ലാം ഒന്ന് പോയി കണ്ടിട്ട് വരാം.
പഞ്ചിം ചർച്ച്, ഓൾഡ് ചർച്ച്, അവിടെ എന്തോ ഒരു ഫംഗ്ഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കോവിഡ് കാരണം പകത്തോട്ടൊന്നും ആൾക്കാരെ കയറ്റി വിടുന്നില്ല. അപ്പോൾ നമ്മൾ പുറത്ത് നിന്നിട്ട് ആ പരിപാടിയൊക്കെ കണ്ടു. ഇനി ഇവിടെ തൊട്ടടുത്ത് ഈ കളർഫുൾ ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞത്. കുറേ വീടുകളൊക്കെ ഇങ്ങനെ പല പല കളറിൽ പെയിൻ്റ് അടിച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലം. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. അത് ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ അതെന്താ സംഭവം നമുക്ക് നോക്കിയിട്ട് വരാം. ഈ കളർഫുൾ ഹൗസസ് ഗോവ ആ പഞ്ചിം സിറ്റിക്ക് നടുക്ക് തന്നെ കേട്ടോ. അവിടെ നമുക്കിങ്ങനെ ഒരു വാക്കിംഗ് സ്ട്രീറ്റാണ്. റോഡിൻ്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ പല കളറിലുള്ള പണ്ട് കാലത്തുള്ള പോർച്ചുഗീസ് ഭരണത്തിൻ്റെ സമയത്തുണ്ടായിരുന്ന അതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. പക്ഷെ അവിടെ ഈ വീടുകളുടെ ഫ്രണ്ടിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കരുത് അത് എന്നൊക്കെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതിൻ്റെ ഒരുപാട് റീൽസ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുത്തപ്പോൾ തന്നെ 1-2 പേര് ചെയ്യരുതെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് നമ്മളെ നേരെ ഈ പഞ്ചിം സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള ഒരു അക്വേറിയം കാണാൻ പോയിട്ടോ. ഞാനൊരു പെറ്റ് ലവർ ആയതുകൊണ്ട് ഈ അക്വേറിയം സംഭവത്തിനോട് എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി. അവിടെ ഒരു മറൈൻ അക്വേറിയവും പിന്നെ ഫ്രഷ് വാട്ടർ അക്വേറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് നേരം കണ്ടു. അത്യാവശ്യം നല്ല ഫിഷിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം അക്വേറിയം കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഒരു ചിത്ര മ്യൂസിയം എന്ന് പറഞ്ഞൊരു മ്യൂസിയം അത് കാണാൻ പോയിട്ടോ. അവിടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരുപാട് സാധനങ്ങളുടെ കളക്ഷൻസ് ഉണ്ട്. ഞങ്ങൾ പിന്നെ അത് മൊത്തം ചുറ്റി നടന്ന് കണ്ടു കുറേ നേരം. അത്യാവശ്യം നല്ലൊരു സംഭവമായിരുന്നു അത്, എനിക്കിഷ്ടപ്പെട്ടു. ചിത്ര മ്യൂസിയം കണ്ടു കഴിഞ്ഞിട്ടേ നമ്മൾ തിരിച്ച് വീണ്ടും പഞ്ചിമിലോട്ട് വന്നു. അവിടെ ഒരു ഹിൽ ടോപ്പിൽ ഒരു ഹനുമാൻ ടെമ്പിളുണ്ട്. നമ്മൾ നേരെ ടെമ്പിളിൻ്റെ അവിടെ പോയി. ഏകദേശം ഒരു സന്ധ്യ ആയിരുന്നു. നല്ല രസമാണ് അവിടെ നിന്നാൽ. നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഈ പഞ്ചിം സിറ്റി മൊത്തം കാണാം. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു ടെമ്പിൾ. പിന്നെ നമ്മൾ തിരിച്ച് റിസോർട്ടിലെത്തിട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത് റിസോർട്ടിൽ നിന്ന് തന്നെയാണ്. അവിടെ റെസ്റ്റോറൻറ്റിൽ നമുക്കിന്ന് കോംപ്ലിമെൻ്ററി ഫുഡുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോയി അതൊക്കെ കഴിച്ച് ഉണ്ണിക്കുട്ടി കുറച്ച് നേരം പാർക്കിലൊക്കെ കളിച്ച് ഞങ്ങൾ വീണ്ടും ബീച്ചിലോട്ട് ഇറങ്ങി. കുറേ നേരം നമ്മൾ ആ ബീച്ചിലൊക്കെ ചുറ്റിക്കറങ്ങി നടന്നു കേട്ടോ. അത് കഴിഞ്ഞ് പതുക്കെ ഒരു 11:30 തിരിച്ച് റിസോർട്ടിലെത്തി. അവിടെ കിടന്നുറങ്ങി. ഇനി നമുക്ക് നാളെ നോക്കാം. പിന്നെ വീണ്ടും രാവിലെ എണീറ്റ് നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങി കേട്ടോ. ബീച്ചിൽ നമുക്കിങ്ങനെ രാവിലെ ചുമ്മാ നടക്കാനായിട്ട് നല്ല ആംബിയൻസ് ആണ് അവിടെ. രാവിലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ബീച്ചിൽ. അതാണ് ഇവിടുന്ന് വരുന്നോന്നറിയില്ല. തിരിച്ച് നമ്മൾ വീണ്ടും റിസോർട്ടിലെത്തി. റിസോർട്ടിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ നമുക്ക് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു അഗോഡ ഫോർട്ട് ഒന്ന് കാണണം. 2-3 ഫോർട്ട് ഉണ്ട് ഇവിടെ. നമ്മളിന്ന് ഒരു ഫോർട്ടാണ് കാണാൻ പോകുന്നത്. നേരെ അഗോഡ ഫോർട്ടിലോട്ട്. ഇവിടെ ഒരു അഗോഡ ഫോർട്ട് ഉണ്ട് കേട്ടോ. നമ്മളത് കാണാൻ വന്നതാ. അപ്പോൾ നമ്മുടെ കാർ ഇവിടെ പാർക്ക് ചെയ്തു. നമ്മൾ നേരെ ഫോർട്ടിനകത്തോട്ട് പോകും. അവിടെ ടിക്കറ്റ് എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഈ അഗോഡ ഫോർട്ട് 2 ഉണ്ട് കേട്ടോ. ഒരെണ്ണം അപ്പർ ഫോർട്ട് അഗോഡ, ഒരെണ്ണം ലോവർ ഫോർട്ട് അഗോഡ. ഈ അപ്പർ ഫോർട്ടിനകത്ത് മെയിനായിട്ടുള്ളത് ഒരു ലൈറ്റ് ഹൗസ്. അത് നേരെ നമ്മുടെ ഈ കടലിനോട് ചേർന്നിട്ടാണ്. പിന്നെ അവിടെ ഒരു ജയിലുണ്ട്. ആ ജയിലിലോട്ട് ഇറങ്ങാനുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ ഉണ്ട്. അങ്ങനെ പക്ഷെ നല്ല വെയിലായിരുന്നു. നമ്മൾ കുറച്ച് സീസൺ അല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല. കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പതുക്കെ തിരിച്ചിറങ്ങി. പിന്നെ നമ്മൾ നേരെ ലോവർ ഫോർട്ടിലോട്ട് പോയി. ഈ ലോവർ ഫോർട്ട് അഗോഡ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഈ കടലിലോട്ട് ഇങ്ങനെ ഇറങ്ങിക്കിടക്കുന്ന ഒരു ബ്രിഡ്ജ് പോലെയാണ്. ആ ബ്രിഡ്ജിൻ്റെ അറ്റത്ത് ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു കോട്ട. അപ്പോൾ നമുക്ക് നേരെ കടലിൻ്റെ അടുത്ത് വരെ പോകാം ഈ ബ്രിഡ്ജ് പോലെയുള്ള ഈ അറേഞ്ച്മെൻറ്റിലൂടെ. എന്നിട്ട് ഈ സർക്കുലർ ഷേപ്പിൽ കൂടെ ഒരു റൗണ്ട് അടിച്ച് തിരിച്ചു വരാം. പ്രത്യേകിച്ച് അവിടെ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ നമുക്ക് കടൽ കുറച്ചുകൂടെ അടുത്ത് കാണാമെന്നുള്ളൊരു സംഭവമാണുള്ളത്. ഇവിടെ ടിക്കറ്റ് ചാർജസ് ഒന്നുമില്ല, ഫ്രീ ആണ്. അതിനുശേഷം നമ്മൾ നേരെ ഓൾഡ് ഗോവയിൽ ഒരു ചർച്ച് സ്ക്വയറിലാട്ടോ പോയത്. അവിടെ
ഒരുപാട് ചർച്ചുകളുള്ളൊരു ഒരു ഒരു സ്ക്വയറാണ്. അവിടെ മെയിനായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ബെസിലിക്ക ഓഫ് ബോം ജീസസ് എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ പഴയ പോർച്ചുഗീസുകാരുടെ കാലത്ത് പണിതൊരു ചർച്ചുണ്ട്. അത് യുനെസ്കോൻ്റെ ലിസ്റ്റിലൊക്കെ ഉള്ളതാണെന്നാണ് മനസ്സിലായത്. അതിനകത്ത് ഒരു ഫ്രാൻസിസ് സേവിയർ എന്ന് പറഞ്ഞ ഒരു വിശുദ്ധൻ്റെ റിമെയിൻസൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ കാണാൻ പറ്റും. അതൊരു ഹൈറ്റിലാണ് വെച്ചേക്കുന്നത്. നമുക്കപ്പോൾ താഴെ നിന്ന് നോക്കുമ്പോൾ ഒരു ഗ്ലാസ്സിൽ കൂടെ കാണാൻ പറ്റും. അത് താഴെ ഇറക്കി വിശ്വാസികൾക്ക് കാണിക്കുന്നത് 1 in 10 years എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ പക്ഷേ അതിൻ്റെ അകത്ത് ഷൂട്ടിങ് പെർമിറ്റഡ് അല്ല. അപ്പോൾ നമുക്ക് പോയി ചുറ്റും നടന്ന് ഈ സംഭവങ്ങളൊക്കെ കണ്ട് വരാം. നമ്മളത് കഴിഞ്ഞതിന് ശേഷം അത് മാത്രമല്ല, അതിൻ്റെ തൊട്ടടുത്ത് 1-2 ചർച്ചുകളൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ ആ ചർച്ച് സ്ക്വയറിൽ ആ 2 ചർച്ചിലും കയറി. അതിനകത്ത് ചെറിയ ചെറിയ എക്സിബിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എക്സിബിഷൻസൊക്കെ നമ്മൾ കയറി കണ്ടു. അതിനുശേഷം ഏകദേശം ഒരു 5 മണിയോടുകൂടി നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. ചർച്ച് സ്ക്വയറിൽ നമ്മൾ പുറത്തിറങ്ങിയിട്ടേ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു പഴയൊരു ചർച്ചിൻ്റെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയ കുറച്ച് ഭാഗങ്ങളുണ്ട്. അതിൻ്റെ പേര് ചർച്ച് ഓഫ് സെൻറ്റ് അഗസ്റ്റീൻ എന്നാണ്. അതും ഈ പറഞ്ഞ പോലെ യുനെസ്കോൻ്റെ പൈതൃക പട്ടികയിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ള സ്ഥലമാണ്. അവിടെ 5 മണി വരെ എന്തോളം എൻട്രി. അപ്പോൾ നമ്മൾ പുറമേ നിന്ന് കണ്ട് ഇങ്ങ് പോരുമായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ചർച്ചിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ നമുക്ക് കാണാം. ബാക്കി റിമൈനിങ് പോർഷനൊന്നും അവിടെ കാണാനില്ല. കുറച്ച് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന കുറച്ച് ബിൽഡിംഗ് പോലെ എന്തോ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് റിസോർട്ടിലോട്ട് പോയി. നമ്മൾ റിസോർട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിയിലേ ഒരു വാക്സ് മ്യൂസിയത്തിൻ്റെ ഒരു പരസ്യം കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ വാക്സ് മ്യൂസിയം കാണാൻ പോയി. ഞാൻ ആദ്യമായിട്ടാണ് ഈ വാക്സ് മ്യൂസിയം കാണുന്നത്. അപ്പോൾ അവിടെ ഒരു വാക്സ് മ്യൂസിയം പ്ലസ് ഒരു അക്വേറിയം പിന്നെ ഒരു 5D ഷോ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളവിടെ ഒരുപാട് ഇങ്ങനെ ഫിലിം സ്റ്റാർസിൻ്റെയും കുറേ ആൾക്കാരുടെയൊക്കെ ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെയൊക്കെ ഉണ്ടായി. നമ്മളതൊക്കെ കയറി കണ്ടു. അതിനുശേഷം അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു അക്വേറിയം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു പെറ്റ് ലവർ ആയതുകൊണ്ട് അക്വേറിയത്തിൽ കയറി അതൊക്കെ ഒന്ന് കണ്ടു. അങ്ങനെ പതുക്കെ അതും കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് റിസോർട്ടിൽ പോയി. ഇന്ന് നമ്മൾ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ റിസോർട്ടിൽ നിന്ന് നേരെ ചെക്കൗട്ട് ചെയ്തു. പോകുന്ന വഴിക്ക് ഹൗസസ് ഓഫ് ഗോവ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂസിയം ഉണ്ട്. പണ്ട് കാലത്ത് പോർച്ചുഗീസുകാരുടെ കാലത്തുണ്ടായിരുന്ന കൺസ്ട്രക്ഷൻ രീതികൾ, അവരുപയോഗിച്ചിരുന്ന എക്യുപ്മെൻറ്റ്സ് അതൊക്കെ ഉള്ള ഒരു മ്യൂസിയം. അതൊരു 3 floor മ്യൂസിയമാണ്. നമ്മൾ അവിടെ കയറി അവിടെയുള്ള പുരാതനമായ കാര്യങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു ക്യാൻറ്റീൻ പോലെ ഉണ്ടായിരുന്നു. ആ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇന്ന് നമ്മൾ തിരിച്ച് കൊച്ചിയിലോട്ട് പോവുകയാണ്. അപ്പോൾ പിന്നെ 5 മണിക്കായിരുന്നു നമ്മുടെ ട്രെയിൻ. അപ്പോൾ നമ്മളൊരു ഉച്ച വരെ
ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടു തിരിച്ച് നേരെ നമ്മൾ സൗത്ത് ഗോവയിലോട്ട് പോയി. കാരണം നമ്മൾ സൗത്ത് ഗോവയിലാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് ഒരു ഉച്ചയോടുകൂടി അവിടെ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ ഏകദേശം ഒരു 4-4:30 നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. നമ്മൾ റെൻറ്റിനെടുത്ത കാർ തിരിച്ചു കൊടുത്തു. നമ്മൾ ട്രെയിനിൽ കയറി. ട്രെയിൻ കുറച്ച് ലേറ്റായിരുന്നു. ഇനി നെക്സ്റ്റ് ഡേ രാവിലെ 7 മണിക്ക് നമ്മൾ കൊച്ചിയിലെത്തും. അങ്ങനെ നമ്മുടെ ഇപ്രാവശ്യത്തെ വെക്കേഷൻ ട്രിപ്പ് അവസാനിച്ചു. എല്ലാവരും ഹാപ്പിയായി. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബായ്.